പ്രധാന വാർത്തകൾ. ഡിജിപിമാരുടെയും ഐജിപിമാരുടെയും യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും പങ്കെടുക്കും. സൊമാലിയൻ തീരത്തിന് സമീപം കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത ചരക്ക് കപ്പലിലെ 15 ഇന്ത്യക്കാരടക്കം 21 ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു. വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഇതുവരെ 10 കോടി ആളുകൾ പങ്കെടുത്തതായി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 425 പോയിന്റുമായി കണ്ണൂരിന്റെ മുന്നേറ്റം. വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകിട്ട് ജയ്പൂരിലെത്തി. ഇന്നും നാളെയും യോഗത്തിലെ ഏതാനും സെഷനുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിക്കൊപ്പം പരിപാടിയിൽ സംബന്ധിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ, ഡീപ് ഫേക്ക് അടക്കം നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവയടക്കം വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സുരക്ഷാ ഏജൻസികളിലെ മുതിർന്ന 80 ഓഫീസർമാരും ദേശീയ സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൊമാലിയൻ തീരത്തിന് സമീപം കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത ചരക്ക് കപ്പലിലെ 21 ജീവനക്കാരെയും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. നാവികസേനയുടെ മാർക്കോസ് കമാൻഡോകൾ കപ്പലിൽ കടന്ന് 15 ഇന്ത്യക്കാരുൾപ്പെടെ എല്ലാ ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന കടൽക്കൊള്ളക്കാർ നാവികസേന എത്തും മുമ്പേ രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട്. കടൽക്കൊള്ളക്കാരോട് കപ്പലിൽ നിന്നൊഴിയാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധക്കപ്പലായ INS ചെന്നൈ സംഭവസ്ഥലത്തേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു. വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ 50 ദിവസങ്ങളിലായി 10 കോടി ആളുകൾ പങ്കെടുത്തതായി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. വികസിത ഇന്ത്യയിലേക്ക് ചുവടുവയ്പ്പാണ് യാത്രയെന്നും 2047ഓടെ വികസിത ഇന്ത്യയെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ യാത്ര വഴിയൊരുക്കുമെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പുരോഗമിക്കുന്നു. ഇന്നത്തെ സങ്കല്പ യാത്രാ പരിപാടികളിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട്ടും ഡോക്ടർ എസ് ജയശങ്കർ തിരുവനന്തപുരത്തും പങ്കെടുക്കും. പാലക്കാട്ടെ പരിപാടിയെപ്പറ്റി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഇന്ന് രാവിലെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ മനുശ്ശേരിയിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രാ പരിപാടി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഗുണഭോക്താക്കളുമായി സംവദിക്കുന്ന അദ്ദേഹം ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷനുകളും PM സ്വാനിധി മുദ്രാ വായ്പകളുടെ അനുമതി പത്രങ്ങളും വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രാ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. നാളെ മങ്കര പഞ്ചായത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. 3ഇടത്തെയും വികസിത് ഭാരത് സങ്കല്പ യാത്രാ വേദികളിൽ കലാ, കായിക, സാമൂഹിക മേഖലകളിലെ വിശിഷ്ട വ്യക്തികളെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ആദരിക്കും. തിരുവനന്തപുരത്തെയും മറ്റ് ജില്ലകളിലെയും യാത്രാ പരിപാടികൾ വൻ ജനപങ്കാളിത്തത്തോടെ തുടരുകയാണ്. ഡെസ്ക് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തിരുവനന്തപുരത്ത് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാവിലെ 10:30 കവടിയാർ വിമൻസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പങ്കെടുക്കും. കോട്ടയം ജില്ലയിൽ ഉദയനാപുരം, ടിവിപുരം പഞ്ചായത്തുകളിലാണ് ഇന്ന് യാത്രയെത്തുക. ഉദയനാപുരത്ത് രാവിലെയും ടിവിപുരത്ത് ഉച്ചകഴിഞ്ഞുമാണ് പരിപാടി. എറണാകുളം ജില്ലയിൽ രാവിലെ കീഴ്മാട് പഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് ചൂർണിക്കര പഞ്ചായത്തിലും യാത്ര എത്തിച്ചേരും. കോഴിക്കോട് ജില്ലയിൽ ഗ്രാമ നഗരപ്രദേശങ്ങളിൽ പര്യടനം പുരോഗമിക്കുകയാണ്. നഗരപ്രദേശത്തെ പര്യടനം രാവിലെ പയ്യോളി ബീച്ചിലും ഉച്ചകഴിഞ്ഞ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തും എത്തും. ഗ്രാമപ്രദേശത്തെ യാത്ര ഇന്ന് എടച്ചേരി, നരിപ്പറ്റ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. കണ്ണൂർ ജില്ലയിൽ നഗരപ്രദേശത്തെ യാത്ര രാവിലെ പള്ളിക്കുന്ന് സൂപ്രണ്ട് ഗേറ്റിലും ഉച്ചകഴിഞ്ഞ് മഞ്ചപാലത്തും എത്തിച്ചേരും. ഗ്രാമപ്രദേശത്തെ യാത്ര ഇന്ന് എരഞ്ഞോളി പഞ്ചായത്തിലെ തോട്ടുമല്ലിലും കതിരൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപവും പര്യടനം നടത്തും. അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. അഗളി EMS ടൌൺഹാളിലെ ചടങ്ങിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയാകും. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ മുന്നേറ്റം. 114 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 425 പോയിന്റുമായി അവർ ഒന്നാം സ്ഥാനത്താണ്. 410 പോയിന്റ് വീതം നേടി കോഴിക്കോടും പാലക്കാടുമാണ് തൊട്ടുപിന്നിൽ. ആതിഥേയരായ കൊല്ലം 409 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. സ്കൂളുകളിൽ 101 പോയിന്റുമായി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്തുണ്ട്. കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന്. മേളയുടെ 3ാം ദിവസമായ ഇന്ന് 59 ഇനങ്ങളിലാണ് മത്സരം. വേദി 1-ൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തോടെ അരങ്ങുണരും. ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി, ഒപ്പന, ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്തം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും ഇന്ന് അരങ്ങേറും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ട് മത്സരങ്ങളും ഇന്ന് വിവിധ വേദികളിലായി നടക്കും. അതേസമയം ഇന്ന് വേദി 18-ൽ നിശ്ചയിച്ച ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയ മത്സരം വേദി 6ലേക്കും വേദി 6-ൽ നിശ്ചയിച്ച ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരം വേദി 18ലേക്കും മാറ്റിയതായി കലോത്സവ കൺവീനർ അറിയിച്ചു.
ഇന്നലെ സമാപിച്ച ഹൈസ്കൂൾ വിഭാഗം കഥകളി ഗ്രൂപ്പ് മത്സരത്തിൽ പങ്കെടുത്ത 11 ടീമിനും എ ഗ്രേഡ് ലഭിച്ചു. ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുത്ത 20 ടീമുകളിൽ 13 ടീമുകൾ എ ഗ്രേഡും 7 ടീമുകൾ ബി ഗ്രേഡും നേടി. പാലക്കാട്ടെ ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഇന്നലെ ആരംഭിച്ച സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 129 പോയിന്റുമായി തൃശൂരും കോഴിക്കോടുമാണ് മുന്നിൽ. തൃത്താല മണ്ഡലത്തിലെ 100 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിന് വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷിക്കാരുടെ 35 വർഷത്തെ ആവശ്യമാണ് 2 വർഷം കൊണ്ട് പൂർത്തീകരിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. കേരള കാലിത്തീറ്റ കോഴിത്തീറ്റ ധാതുലവണ മിശ്രിതം നിയന്ത്രണ ബിൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കോഴിക്കോട്ട് പറഞ്ഞു. കാലിത്തീറ്റയിലെ വിഷബാധ മൂലം മരണപ്പെടുന്ന പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ലെങ്കിലും പകരം പശുവിനെ ലഭിക്കാൻ ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ സാധ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമം ആവളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ മുതിർന്ന ക്ഷീര കർഷകനെയും മികച്ച ക്ഷീരസംഘത്തെയും മന്ത്രി ആദരിച്ചു. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും വെറ്ററിനറി ആംബുലൻസ് യൂണിറ്റുകൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വനിതാ ട്വന്റി ക്രിക്കറ്റിൽ നവി മുംബൈയിൽ ഇന്നലെ ഇന്ത്യ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് തകർത്തു. ജയിക്കാൻ 142 റൺസ് എടുക്കേണ്ടിയിരുന്ന ഇന്ത്യ വെറും 14 പന്തിൽ 1 വിക്കറ്റിന് വിജയലക്ഷ്യം മറികടന്നു. നേരത്തെ ഓസ്ട്രേലിയ 19.2 ഓവറിൽ 141 റൺസിന് എല്ലാവരും പുറത്തായി. 4 വിക്കറ്റെടുത്ത ടൈറ്റസ് സാധുവാണ് ഇന്ത്യയ്ക്ക് വേണ്ടി 4 വിക്കറ്റ് വീഴ്ത്തിയത്. പ്ലെയർ ഓഫ് ദ മാച്ചും ടൈറ്റസാണ്. രണ്ടാം ട്വന്റി നാളെയും മൂന്നാം മത്സരം ചൊവ്വാഴ്ചയുമാണ്. മൂന്നാമത് കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തുടക്കമായി. 14 ജില്ലകളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കായികമേള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സിലബസ് വിദ്യാലയങ്ങളുടെ സംഘടനയായ കൌൺസിൽ ഓഫ് സിബിഎസ്ഇ സ്കൂൾസ് കേരളയും സംസ്ഥാന സ്പോർട്സ് കൌൺസിലും സംയുക്തമായാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. സിനിമയ്ക്ക് സ്വന്തമായ വിശ്വഭാഷയുണ്ടെന്നും അതുകൊണ്ടാണ് നല്ല സിനിമകൾക്ക് ഭാഷ പ്രശ്നമല്ലാത്തതെന്നും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷന്റെ കോക്കോ ഫിലിം ഫെസ്റ്റ് ശ്രീ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യമാറ്റത്തിന് നല്ല ഉപാധി കൂടിയായ സിനിമയ്ക്ക് പ്രേക്ഷകനെ നല്ല മനുഷ്യനാക്കാൻ കഴിയുമെന്നും പ്രേംകുമാർ നിരീക്ഷിച്ചു. മേളയുടെ ആദ്യ ദിവസം 5 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകൻ ചെലവൂർ വേണുവിനെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന വൈദികർ സഭാ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. വൈദികർ മാധ്യമങ്ങളിലൂടെ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത് അധമമായ പ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സഭാതലത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മാത്രമേ കോടതിയിലേക്ക് കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഇന്ന് രാത്രി 8 മണിയോടെ സമാപിക്കും. വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്ന നട കഴിഞ്ഞ മാസം 26-നാണ് തുറന്നത്. പ്രവാസി ഭാരതി കേരളയുടെ കർമ്മരത്ന അവാർഡിന് കണ്ണൂരിലെ KPK വെങ്ങര അർഹനായി. ഗവൺമെന്റ് ഓഫ് റാസൽ ഖൈമ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി ഡയറക്ടറായിരുന്നു. റേഡിയോ പ്രക്ഷേപണ രംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവാർഡ്. 22ാമത് പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് അവാർഡ് സമ്മാനിക്കും. നഗരാസൂത്രണത്തിനും പദ്ധതി നിർവ്വഹണത്തിനും പുതുവേഗം പകരാൻ കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്ന സമഗ്ര GIS മാപ്പിംഗ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഡ്രോൺ സർവേയോടെ തുടങ്ങുന്ന മാപ്പിംഗ് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കും. തിരുവനന്തപുരം പൊന്മുടി ഗവൺമെന്റ് UP സ്കൂളിൽ ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ പുലിപ്പേടിയിൽ കഴിയുന്ന കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രശ്നങ്ങൾ പരിശോധിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. DGPമാരുടെയും IGPമാരുടെയും യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും പങ്കെടുക്കും. സൊമാലിയൻ തീരത്തിന് സമീപം കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ചരക്ക് കപ്പലിലെ 15 ഇന്ത്യക്കാരടക്കം 21 ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു. വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഇതുവരെ 10 കോടി ആളുകൾ പങ്കെടുത്തതായി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 425 പോയിന്റുമായി കണ്ണൂരിന്റെ മുന്നേറ്റം. വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.